നമ്മൾ ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. Gravitational potential energy is defined as the work done in bringing a mass from infinity to a point in the gravitational field of another body. രണ്ട് മാസ് കൺസിഡർ ചെയ്യാം. ഒന്ന് ക്യാപിറ്റൽ ലെറ്റർ എം, മറ്റേ സ്മോൾ ലെറ്റർ എം. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എക്സ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ പി എന്നുള്ള പോയിന്റിലേക്ക് സ്മോൾ ലെറ്റർ മാസ് ഇൻഫിനിറ്റിന്ന് പി എന്നുള്ള പോയിന്റിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ സ്മോൾ മാസ് എം ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് പി. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു ചെറിയ ഡിസ്റ്റൻസിന് ഇൻഫിനിറ്റിയിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിലെ സ്മോൾ ലെറ്റർ മാസ് എം വന്നിരിക്കുകയാണെങ്കിൽ ഫർദറായിട്ട് ഒരു ഡി എക്സ് ഡിസ്റ്റൻസ് മൂവ് ചെയ്താൽ വാട്ട് ഈസ് ദ വർക്ക് ഡൺ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ലെറ്റ് ദ ബോഡി ഓഫ് മാസ് എം ബി അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ മാസ് എം. Now the gravitational force on m is F is equal to gmm by x square. The work done to displace the body through a distance dx എന്തായിരിക്കും? സ്മോൾ വർക്ക് ഡൺ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ദറ്റ് ഈസ് രണ്ടും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് എഫ് ഇൻറ്റു ഡി എസ് ഇൻറ്റു കോസ് 0 എന്ന് വരും. അപ്പോൾ ജി എം എം ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ്. So we can find the total work done in bringing a body from infinity to point P is given by dW is equal to integral infinity to r dW, that is equal to gmm by x square into dx. Therefore gmm into ഇവിടെ വേരിയബിൾ എക്സ് സ്ക്വയർ അല്ലെങ്കിൽ എക്സ് ടേം മാത്രമേ വേരിയബിൾ ഉള്ളൂ, ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിനെ മാത്രമേ ഇൻ്റഗ്രേഷൻ ബാധകമാവുന്നുള്ളൂ. ദെർഫോർ നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷനിൽ എക്സ് റേസ് ടു എൻ ഡി എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ്റെ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ 1 - 1 ബൈ എക്സ് ഇൻഫിനിറ്റി ടു ആർ. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം അപ്പർ ലിമിറ്റ് 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എക്സിന് പകരം, പിന്നെ ലോവർ ലിമിറ്റ് ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1 ബൈ ഇൻഫിനിറ്റി 0 ആയതുകൊണ്ട് ആ ടേം അങ്ങ് പോവും. മൈനസ് ജി എം എം ബൈ ആർ എന്നുള്ള ഇക്വേഷൻ കിട്ടും. ദിസ് ഈസ് ദ ടോട്ടൽ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ മാസ് സ്മോൾ ലെറ്റർ എം ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് ആർ. ദ വർക്ക് ഡൺ, ഈ ഇങ്ങനെ ചെയ്ത വർക്ക് ആ ബോഡീൻ്റെ അകത്ത് സ്റ്റോർഡ് ആസ് പൊട്ടൻഷ്യൽ എനർജി യു. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ മൈനസ് ജി എം എം ബൈ ആർ എന്നായിരിക്കും. വർക്ക് ഡൺ ടു ബ്രിങ് എ ബോഡി ഫ്രം R1 to R2, the change in potential energy എന്തായിരിക്കും? നേരത്തെ ഉള്ള R1ൽ നിന്ന് ഫൈനൽ പോയിൻ്റ് R2 ആണ്. അപ്പോൾ R2ൽ നിന്ന് R1 മൈനസ് ചെയ്താലുള്ള പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷനാണ് ഇത്. ദാറ്റ് ഈസ് നെഗറ്റീവ് സൈൻ ഉള്ളോട്ട് എടുക്കുകയാണെങ്കിൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ജി എം എം ബൈ 1 by R1 minus 1 by R2. Gravitational potential energy near the surface of the Earth. If a body of mass m is taken from the surface of the Earth to a height h, then we can substitute r1 radius of Earth, r ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ആൻഡ് r2 r പ്ലസ് h, അതായത് h ഹൈറ്റിലാണ് ബോഡി നിൽക്കുന്നതെങ്കിൽ. നേരത്തെ ഉള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ജി എം എം ബൈ 1 by r1 മൈനസ് 1 by r2. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ R1 പകരം R കൊടുത്തു, R2 പകരം R പ്ലസ് എച്ച് കൊടുത്തു. എൽ സി എം എടുക്കുകയാണെങ്കിൽ ആറും ആറും ക്യാൻസൽ ആവും, R ഇൻറ്റു ആർ പ്ലസ് എച്ച് വരും. ഇഫ് എച്ച് ഈസ് വെരി വെരി സ്മോൾ വെൻ കമ്പയർഡ് ടു ആർ, അങ്ങനെയാണെങ്കിൽ ആർ പ്ലസ് എച്ച് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആർ ആയി വരും. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ജി എം എം ഇൻറ്റു എച്ച് ബൈ ആർ ഇൻറ്റു ആർ, ദറ്റ് ഈസ് ജി എം എം ഇൻറ്റു എച്ച് ബൈ ആർ സ്ക്വയർ. നമുക്കറിയാം ജി എം എം ബൈ ആർ
ആർ സ്ക്വയർ ഇൻറ്റു എം എച്ച് അല്ലെങ്കിൽ ജി എം എം ബൈ ആർ സ്ക്വയർ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ സർഫേസ് ഓഫ് ദ എർത്ത് ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എം ജി എച്ച് ആയി മാറും. Gravitational potential. Gravitational potential at a point is the work done in bringing a body of unit mass from infinity to that point. Therefore, V is equal to minus gmm by r. അതായത് V എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ഡിവൈഡ് ബൈ എം. എമ്മിൽ വർക്ക് ചെയ്താൽ ജി എം എം ബൈ ആർ ആണ്. വർക്ക് ഡൺ ബൈ എം ആയിരിക്കും ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഒരു SI സ്കെലാർ ക്വാണ്ടിറ്റി ആണ്. SI യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം ആണ്. ഡയമെൻഷൻ ഫോർമുല എം റേസ് ടു 0 എൽ സ്ക്വയർ ടി റേസ് ടു -2. Escape velocity. Escape velocity is the minimum velocity with which a body must be projected so that it escapes from the gravitational attraction of Earth permanently. Expression for escape velocity നോക്കാം. The total work done in moving a mass m from the surface of the earth, അതായത് റേഡിയസ് r ആയിട്ടുള്ള എർത്തിൽ നിന്ന് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലേക്ക്, അതായത് r ഇൻഫിനിറ്റ് ആവുമ്പോൾ ജി എം എം ബൈ ആർ ആയിരിക്കും ടോട്ടൽ വർക്ക് ഡൺ. Let V be the velocity of the body and kinetic energy of the body when it is projected is half mv square. The body can escape from the gravitational pull of the earth only if it is Ke is greater than or equal to work done in overcoming the gravity. Therefore, ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുക. ഹാഫ് എം വി സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി എം എം ബൈ ആർ or half m v escape square VE square is equal to gmm by r. That is VE square is equal to 2gm by r. That is escape velocity root of 2gm by r, or gm by r square ആണ് acceleration due to gravity at the surface of the earth. അപ്പോൾ ജി എം ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു ആർ സ്ക്വയർ വരും. എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് ടു ജി ആർ സ്ക്വയർ ബൈ ആർ എന്ന് വരും. ഒരു ആർ അവിടെ ക്യാൻസൽ ആവും. ഇപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി റൂട്ട് ടു ജി ആർ എന്ന് നമുക്ക് കിട്ടും. ഇതിൻ്റെ വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് എസ്കേപ്പ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു 11.2 km/s. നേരെ മറിച്ച് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ എസ്കേപ്പ് വെലോസിറ്റി മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ മാസ് ഓഫ് ദ ബോഡി. മോറോവർ എസ്കേപ്പ് വെലോസിറ്റി ഓഫ് ദ ബോഡി ഫ്രം ദ മൂൺ വളരെ കുറവാണ്. 2.38 km/s ആണ്. ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വൈ മൂൺ ഹാസ് നോ അറ്റ്മോസ്ഫിയർ, വൈ? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എ ബോഡി ഫ്രം ദ സർഫേസ് ഓഫ് ദ മൂൺ 2.38 km/s ആണ്. അങ്ങനെ വരുമ്പോൾ ഒരു ഗ്യാസ് മോളിക്യൂൾസിലെ റൂട്ട് മീൻ സ്ക്വയർ ഏകദേശം 2.5 km/s ആണ് വരിക, which is more than the escape velocity from the moon. Therefore, gas molecule escape from the moon and hence moon has no atmosphere. Earth satellites. A body revolving around a planet in a fixed orbit is called satellite. നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് എർത്ത് മൂണാണ്, നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. എന്നാൽ നിരവധി ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഉണ്ട്. എക്സാമ്പിൾസ് സ്പുട്നിക്, റഷ്യ ബഹിരാകാശത്തേക്ക് അയച്ച സ്പുട്നിക്, ആര്യഭട്ട, ഇന്ത്യ വിക്ഷേപിച്ച ആര്യഭട്ട, ഇന്ത്യയുടെ തന്നെ ഇൻസാറ്റ്, ഇതെല്ലാം ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൻ്റെ എക്സാമ്പിൾസാണ്. ഓർബിറ്റൽ വെലോസിറ്റി. Orbital velocity of a satellite is the velocity with which it revolves around the planet in a fixed orbit. Expression for orbital velocity. ഒരു സാറ്റലൈറ്റ് എം മാസ് ഉള്ള സാറ്റലൈറ്റ് എർത്തിന് ചുറ്റും എച്ച് ഹൈറ്റിൽ റിവോൾവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റേഡിയസ് r+h ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എം വി സ്ക്വയർ ബൈ r+h ആണ് അതിൻ്റെ ഓർബിറ്റൽ അല്ലെങ്കിൽ സെൻട്രിപിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഇത് ബാലൻസ് ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷനിലൂടെയാണ്.
അത് gmm/r+h² ആണ്. Therefore VO square is equal to gm/r+h ആണ്. ഓർ നമ്മൾ ഇത് റൂട്ട് എടുക്കുകയാണെങ്കിൽ റൂട്ട് ഓഫ് VO is equal to root of gm/r+h. നമുക്കറിയാം g is equal to gm/r² ആണ്. അപ്പോൾ gm എന്ന് പറഞ്ഞാൽ gr² ആയിരിക്കും. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ gmന് പകരം gr² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. VO is equal to root of gr²/r+h. ഇനി സാറ്റലൈറ്റ് വളരെ എർത്തിനോട് വളരെ അടുത്ത് ആണ് നിൽക്കുന്നതെങ്കിൽ we can take an approximation, that is r+h is approximately equal to r ആയി മാറും. ഈ ഇക്വേഷനിൽ പറഞ്ഞ പ്രകാരം r+h r ആയി മാറും. Therefore VO is equal to root of gre²/re എന്ന് വരും. that is VO is equal to root gre. ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കാണാം VO is equal to 7.98 km/s, ഏകദേശം 8 km/s ആണ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എസ്കേപ്പ് വെലോസിറ്റി ആൻഡ് ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി. എന്താണ് ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി എന്ന് നോക്കാം. നിയറസ്റ്റ് ഓർബിറ്റ് ഓഫ് ദ സാറ്റലൈറ്റ് ഈസ് കോൾഡ് മിനിമം ഓർബിറ്റ്. അതിൻ്റെ കറസ്പോണ്ടിങ് വെലോസിറ്റിനെയാണ് നമ്മൾ ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി എന്ന് പറയാം. എസ്കേപ്പ് വെലോസിറ്റി നമുക്കറിയാം √2 GRE ആണ്. ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്താൽ √2 × √GRE, that is √2 GRE ആണ് ഓർബിറ്റൽ വെലോസിറ്റി. അപ്പോൾ ഓർബിറ്റൽ വെലോസിറ്റി ഇൻറ്റു √2 ആയിരിക്കും എസ്കേപ്പ് വെലോസിറ്റി. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി ഈസ് കോൾഡ് √2 ടൈംസ് ദ കോസ്മിക് വെലോസിറ്റി. ഈ ടൈം പീരീഡ് എന്താണെന്ന് നോക്കാം. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു സാറ്റലൈറ്റ് 1 കംപ്ലീറ്റ് ഓർബിറ്റ് റിവോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സമയത്തിനെയാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഒരു സാറ്റലൈറ്റ് h ഹൈറ്റിൽ എർത്തിൻ്റെ സർഫേസിൽ നിന്ന് h ഹൈറ്റിൽ റിവോൾവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ആ ഓർബിറ്റ് സാറ്റലൈറ്റിൻ്റെ റേഡിയസ് r+h ആയിരിക്കും. അതിൻ്റെ വെലോസിറ്റി VO ആണ്. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് മൂവ്ഡ് ഫോർ 1 റൊട്ടേഷൻ അല്ലെങ്കിൽ റിവൊല്യൂഷൻ ഡിവൈഡ് ബൈ ഓർബിറ്റൽ വെലോസിറ്റി ആയിരിക്കും. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ T is equal to 2πr+h, because circumference of a circle ആണ് 2πr+h divided by velocity. Therefore VO is equal to √2 √ gr² divided by r+h. നമുക്കറിയാം അത് ഓൾറെഡി. Therefore ആ വാല്യൂ ടിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2πr+h ഇൻറ്റു √r+h divided by gr². Therefore 2π × r+h whole cube divided by gr². അപ്പോൾ ഇതായിരിക്കും ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ. ഒരു അപ്രോക്സിമേഷൻ എടുക്കുകയാണെങ്കിൽ h 0 ആയിട്ട് എടുക്കുകയാണെങ്കിൽ T is equal to 2π × √r+0 whole cube, which is equal to r³ itself. അപ്പോൾ r³ divided by r², ഒരു r² എല്ലാറ്റിലും ക്യാൻസൽ ആവും, ഒരു r മാത്രം ബാക്കി വരും. അപ്പോൾ T is equal to 2π × √r/g. ഇതിൻ്റെ വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 84.6 മിനിറ്റ്സ് ആണ് ആ സാറ്റലൈറ്റിൻ്റെ ടൈം പീരിയഡ് എന്ന് പറയുന്നത്. എനർജി ഓഫ് ഓർബിറ്റിംഗ് സാറ്റലൈറ്റ്. കൈനറ്റിക് എനർജി ഓഫ് എ സർക്കുലേറ്റിംഗ് ഓർബിറ്റ് വിത്ത് VO എന്തായിരിക്കും? ½mv² ആണ് നമുക്കറിയാം. പക്ഷെ VO എന്ന് പറഞ്ഞാൽ √gm/r+h ആണ്. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ½ m × gm/r+h, that is gmm/2r+h. ഇതേപോലെ we can have potential energy, gravitational potential at a distance r+h from the center. നേരത്തെ കണ്ടിട്ട് U is equal to -gmm/r+h. അങ്ങനെ നോക്കുകയാണെങ്കിൽ ടോട്ടൽ എനർജി കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സം ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു
GMM by 2 R plus H minus GMM by R plus H. അത് ചെയ്താൽ കിട്ടുന്ന ആൻസർ ടോട്ടൽ എനർജി ഇസ് ഈക്വൽ ടു മൈനസ് GMM by 2 R plus H. Geostationary and polar satellite. ജിയോസ്റ്റേഷണറി സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ എർത്തിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഓർബിറ്റിൽ കാണുന്ന വെലോസിറ്റി അല്ലെങ്കിൽ എർത്തിൽ നിന്ന് നോക്കുമ്പോൾ സ്റ്റേഷനറി ആയിട്ട് കാണുന്ന സാറ്റലൈറ്റിനെയാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടൈം പീരീഡും എർത്തിൻ്റെ ടൈം പീരീഡിന് ഈക്വൽ ആയിരിക്കണം. ദ ഓർബിറ്റ് ഓഫ് സച്ച് സാറ്റലൈറ്റ് ഈസ് കോൾഡ് ജിയോസിൻക്രണസ് ഓർബിറ്റ്. ഇതുപോലെ ഒരു ഇക്വേറ്ററിന് ചുറ്റുമായിരിക്കും ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് കറങ്ങുന്നത്. Geostationary satellite revolves the Earth in equatorial plane. Time period is 24 hours. The direction of motion of satellite is same as that of the Earth. അതായത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് എർത്തിൻ്റെ അതേ റൊട്ടേഷനിൽ ആയിരിക്കും ഈ സാറ്റലൈറ്റിൻ്റെയും റൊട്ടേഷൻ. ഇതിൻ്റെ ഹൈറ്റ് എർത്തിൻ്റെ സർഫേസിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ആയിരിക്കും. അതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ സാറ്റലൈറ്റിനെ കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. TV, മൊബൈൽ ഫോൺ, റേഡിയോ ഇതിനെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ സാറ്റലൈറ്റ് എല്ലാം യൂസ് ചെയ്യുന്നത്. കൂടാതെ വെതർ ഫോർകാസ്റ്റിങ്ങിനും ഈ സാറ്റലൈറ്റ് യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് പോളാർ സാറ്റലൈറ്റ്സ്. എ സാറ്റലൈറ്റ് വിച്ച് റിവോൾവ്സ് ഇൻ പോളാർ ഓർബിറ്റ് ഈസ് കോൾഡ് പോളാർ സാറ്റലൈറ്റ്. Polar orbit is in the north-south direction, while Earth spins below it in the west-east direction. Thus, a polar satellite can scan the entire surface of the Earth. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കായിരിക്കും പോളാർ സാറ്റലൈറ്റ് റൊട്ടേറ്റ് ചെയ്യുക. അങ്ങനെ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ എർത്ത് ചെറുതായിട്ടൊന്ന് ഇറ്റ്സ് ഓൺ ആക്സിസിൽ സ്പിൻ ചെയ്യും. അപ്പോൾ വി വിൽ ഗെറ്റ് അനദർ ഓർബിറ്റ്. ഇങ്ങനെ പല പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നതിലൂടെ എർത്തിൻ്റെ എൻറ്റയർ പിക്ചർ നമുക്ക് ഈ പോളാർ സാറ്റലൈറ്റിലൂടെ എടുക്കാൻ സാധിക്കും. അപ്പോൾ പോളാർ സാറ്റലൈറ്റ് സ്ട്രിപ്പ് ഓൺ എർത്ത് സർഫേസ്, ഈ ഷെയ്ഡഡ് റീജിയനിൽ കാണിച്ചിരിക്കുന്ന സ്ട്രിപ്പ് സർഫേസ് ആണ്. ഷോ ഈസ് വിസിബിൾ ഫ്രം സാറ്റലൈറ്റ് ഡ്യൂറിങ് വൺ സൈക്കിൾ. ഫോർ ദ നെക്സ്റ്റ് revolution of satellite, Earth has rotated a little on its axis so that the adjacent strip becomes visible. Therefore, അതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ വളരെ താഴ്ന്ന ഹൈറ്റിലാണ് പോളാർ സാറ്റലൈറ്റ് സിറ്റുവേറ്റ് ചെയ്തത്, അതായത് 500 മുതൽ 800 കിലോമീറ്റർ വരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേ ആർ യൂസ്ഡ് ഫോർ സ്റ്റഡിയിങ് വെതർ, എൻവിറോൺമെൻറ്റ് ആൻഡ് സ്പൈയിങ്. മറ്റ് രാജ്യത്തെ കാര്യങ്ങൾ നടക്കുന്നത് എന്താണെന്നറിയാനും ഈ പോളാർ സാറ്റലൈറ്റ് യൂസ് ചെയ്യാറുണ്ട്. പോളാർ സാറ്റലൈറ്റ്സ് ആർ എക്സ്ട്രീംലി യൂസ്ഫുൾ ഫോർ റിമോട്ട് സെൻസിങ്, മെറ്റീരിയോളജി ആസ് വെൽ ആസ് ഫോർ എൻവിറോൺമെൻറ്റൽ സ്റ്റഡീസ് ഓഫ് ദ എർത്ത്. വെയ്റ്റ്ലെസ്നെസ്. നമുക്ക് ഭാരമില്ലാത്ത അവസ്ഥയാണ് വെയ്റ്റ്ലെസ്നെസ് എന്ന് പറയുന്നത്. ഒരു ആസ്ട്രോണറ്റ് ഒരു സ്പേസ് സ്യൂട്ടിൽ ഇരിക്കുകയാണെങ്കിൽ അയാൾക്ക് മാസ് ഉണ്ട് എന്ന് വിചാരിക്കാം ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൽ. വെൻ ദ സാറ്റലൈറ്റ് ഈസ് ഓർബിറ്റിംഗ് അറൗണ്ട് ദാറ്റ്, man and the satellite experience a centrifugal force whose direction is away from the center. Gravitational force directed towards the center of the centrifugal force directed opposite to the force of gravity. Therefore, net force എന്ന് പറയുന്നത് FG minus FC ആയിരിക്കും. That is FG GMM by R square ആണ്. FC എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സെൻട്രിഫ്യൂഗൽ MV square by R. അതായത് ഇവിടെ MV square by R square. R എന്ന് പറഞ്ഞാൽ R plus H ആണ്. VO എന്ന് പറഞ്ഞാൽ GM by R ആണ്. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ GMM by R square minus M by R GM by R. That is
gmm/r² minus gmm/r², which is equal to 0. That is, an astronauts feel weightlessness in an artificial satellite. അപ്പോൾ അദ്ദേഹം ആ സാറ്റലൈറ്റിൽ ഇരിക്കുകയാണെങ്കിൽ അയാൾക്ക് യാതൊരു ഭാരവും അനുഭവപ്പെടുന്നില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ?